പ്രതിച്ഛായ ഒരു ഡീസന്റ് പൊളിറ്റിക്കൽ ത്രില്ലർ. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കഥ പറയുന്ന ചിത്രമെന്ന അഭ്യൂഹങ്ങളോടെ റിലീസിന് മുമ്പ് ചർച്ചകളിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ ബി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി തിയേറ്ററുകളിലെത്തിയ പ്രതിച്ഛായ. ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളത്തിൽ റിലീസാകുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന പ്രത്യേകതയും പ്രതിച്ഛായക്കുണ്ടായിരുന്നു. സർവ്വമായ എന്ന ഹിറ്റിനും ബേബി ഗേൾ എന്ന പരാജയ ചിത്രത്തിനും ശേഷം നിവിൻ പോളി നായകനായി എത്തിയ ചിത്രം സഖാവിന് ശേഷം താരത്തിന്റെ കരിയറിലെ മറ്റൊരു ഡീസന്റ് പൊളിറ്റിക്കൽ ത്രില്ലറാണെന്ന് നിസ്സംശയം പറയാം. ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രി കെ.എൻ. വർഗീസിന്റെ ഇളയ മകനായ ജോൺ വർഗീസ് ആയിട്ടാണ് ചിത്രത്തിൽ നിവിൻ വേഷമിട്ടിരിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ജോൺ തന്റെ പിതാവിന് നേരെ ഉയർന്ന ആരോപണങ്ങളിലെ വസ്തുത തെളിയിക്കുന്നതാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. ഉമ്മൻചാണ്ടി സർക്കാരിനെ വിവാദത്തിലാക്കിയ ബാർ കോഴയും കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചരിത്ര പ്രധാന സംഭവമായ സെക്രട്ടേറിയറ്റ് വളയലും കാണിച്ചുകൊണ്ടാണ് പ്രതിച്ഛായ ആരംഭിക്കുന്നത്. കെ.എൻ. വർഗീസിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് പാർട്ടിയുടെ നേതാവായ സായ് കുമാറിന്റെ കഥാപാത്രം എൻ.പി. ജയദേവൻ നടത്തുന്ന ശക്തമായ പ്രസംഗങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പക്ഷത്ത് തന്നെയുള്ള നേതാക്കൾ നടത്തുന്ന കരുനീക്കങ്ങളുമെല്ലാം മികച്ച രീതിയിൽ തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ജനസമ്പർക്ക പരിപാടിയെ ബഹുജനസമ്പർക്കമാക്കിയും മറ്റു ഒട്ടനവധി സംഭവ വികാസങ്ങളും 2016 മുമ്പുള്ള കേരള രാഷ്ട്രീയത്തെ അനുസ്മരിപ്പിക്കും വിധം സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ പല പ്രതിഷേധ രംഗങ്ങളും 100-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളെ അണിനിരത്തിക്കൊണ്ടുള്ള സീനുകളുമെല്ലാം വലിയ സ്കെയിലിൽ തന്നെയാണ് പ്രതിച്ഛായയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാപശ്ചാത്തലത്തെ കൂടുതൽ വിശ്വസനീയമാക്കുന്നതിൽ ഈ അവതരണം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഭരണത്തിൽ ഒട്ടനവധി നെറുകേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും 100 തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ 100 ശരിയും താൻ ചെയ്യുമെന്ന ന്യായീകരണത്തോടെയാണ് മുഖ്യമന്ത്രി കഥാപാത്രത്തെ ഉണ്ണികൃഷ്ണൻ ബാലൻസ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി കെ.എൻ. വർഗീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു സ്ത്രീ രംഗത്തെത്തുന്നതോടെയാണ് കഥാഗതി മാറിമറിയുന്നതും ചിത്രം പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നതും. ആരോപണങ്ങൾക്ക് പിന്നാലെ രാഷ്ട്രീയത്തിന് പുറത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടാകുന്ന മനോവിഷമങ്ങളും പ്രതിസന്ധികളും, തുടർന്ന് പിതാവിന്റെ വഴിയെ മകൻ ജോൺ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നതുമടക്കം സംഭവ ബഹുലമായാണ് ആദ്യ പകുതി കടന്നുപോകുന്നത്. പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് മികച്ച രീതിയിൽ ഇൻ ചെയ്യിക്കാനും സംവിധായകന് കഴിയുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ കേവലം മൂന്നാംകിട രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഭീമൻ കോർപ്പറേറ്റുകൾ സമൂഹ മാധ്യമങ്ങളിലെ അൽഗോരിതം വഴി സമൂഹത്തിലും ഭരണത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും ടെലിവിഷൻ ന്യൂസ് ചാനലുകളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന നരേറ്റീവുകളെ കുറിച്ചും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രതിച്ഛായയിൽ പ്രധാന വില്ലനായി എത്തുന്ന ഷറഫുദ്ദീൻ എന്നത്തെയും പോലെ തന്റെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. എന്നാൽ കഥാപാത്രത്തിന് നൽകുന്ന ഹൈപ്പും ബിൽഡപ്പും പാഴായി പോകുന്ന തരത്തിൽ ക്ലൈമാക്സിൽ പ്രത്യേകിച്ചൊരു റോളുമില്ലാതെയാണ് ഷറഫുദ്ദീന്റെ കഥാപാത്രം രവി വർമ്മയെ സംവിധായകൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നിരാശ സമ്മാനിക്കുന്നുണ്ട്. സാധാരണയായി മലയാള സിനിമയിലെ പൊളിറ്റിക്കൽ ത്രില്ലറുകളിൽ കണ്ടുശീലിച്ച സ്ഥിരം കാസ്റ്റിംഗിന് പകരം പുതിയ പരീക്ഷണം നടത്തിയ ഉണ്ണികൃഷ്ണൻ കയ്യടി അറിയിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ഓൾറൗണ്ടർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സീനിയർ താരം ബാലചന്ദ്ര മേനോന്റെ മികച്ച പ്രകടനത്തിനാണ് പ്രതിച്ഛായയിൽ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. ഇദ്ദേഹത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ രാമകൃഷ്ണനായി എത്തിയ മണിയൻ പിള്ള രാജുവും അധികാരമോഹിയായ KNPC നേതാവായി എത്തിയ ഹരിശ്രീ അശോകനും സംവിധായകന്റെ മികച്ച തെരഞ്ഞെടുപ്പാണ്. നിവിന്റെ മൂത്ത സഹോദരനായ ടോബിയായി ചിത്രത്തിൽ വേഷമിട്ട നിശാന്ത് സാഗറും കഥാപാത്രത്തെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യുന്നു. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ചിത്രീകരിച്ചിരിക്കുന്ന വിഷ്വലുകളും ചിത്രത്തിന്റെ ക്യാൻവാസ് വലുതാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രത്തിന്റെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ ജസ്റ്റിൻ വർഗീസിന്റെ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്ക് ചെറുതല്ല. ഷറഫുദ്ദീന്റെ പല അനാവശ്യ സ്ലോ മോഷൻ രംഗങ്ങളും മറ്റു പല നിർണായക സീനുകളും എലിവേറ്റ് ചെയ്യാൻ ജസ്റ്റിന്റെ സംഗീതത്തിനാകുന്നുണ്ട്. സർവ്വമായയിലെ പ്രബേന്ദുവും പ്രതിച്ഛായയിലെ ജോൺ വർഗീസും തമ്മിൽ അഭിനയത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും താരത്തിന്റെ കരിയറിലെ നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിരിക്കും പ്രതിച്ഛായ എന്നതിൽ സംശയമില്ല. മോഹൻലാൽ നായകനായ ആറാട്ടിനും മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫറിനും ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ ബിയുടെ കരിയറിലെ മറ്റൊരു നല്ല ചിത്രമായി പ്രതിച്ഛായയെ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.